ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്ന് കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് വിളിച്ചിട്ട് ഒരാളെ വന്നുള്ളൂ. മറ്റേ ആൾ എന്തേന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കോഴിക്കൂടിൻ്റെ സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ തന്നെ കൊടുത്തു. പിന്നെ ഞാൻ കോഴിക്കൂടിലോട്ട് നോക്കിയപ്പോൾ അതിനകത്തും തീറ്റയില്ല. അതിനകത്ത് 3 കോഴികളുണ്ട്. അപ്പോൾ അവർക്ക് തീറ്റ കൂട്ടിനകത്താണ് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പോയി അതും എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി സവോളയെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്ത് റെഡിയാക്കി. എന്തിനാന്നല്ലേ, ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ് ഇന്ന് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി സവോളയും പച്ചമുളകും ഇഞ്ചിയും കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം. പച്ചമുളക് ഞാൻ നടുകെ കീറിയിടും, ഇഞ്ചി കുറച്ച് വലിയ പീസായിട്ട് ഇടും. കാരണം കുഞ്ഞിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കടിക്കുമ്പോൾ അവനത് തുപ്പിക്കളയൊക്കെ ചെയ്യും. അത് കാരണം എടുത്തു മാറ്റാൻ എളുപ്പത്തിന് അങ്ങനെയാണ് ഇടുന്നത്. എന്നാൽ ഒട്ട് ഫ്ലേവർ വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് അരിഞ്ഞ് നുറുക്കി എടുത്തിട്ട് നമ്മുടെ ഗോതമ്പ് നുറുക്കിയെടുത്ത് നന്നായിട്ട് കഴുകി 2-3 വട്ടം വെള്ളത്തിൽ കഴുകണം. കഴുകി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് കുക്കർ നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് അതിലേക്ക് കടുക് വറുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവോളയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് കുറച്ച് വാടി വന്നാൽ മതി. അപ്പം തന്നെ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും അടിക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും വേവുന്നത്. അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. ഞാൻ അപ്പം തന്നെ അവിടെ കയ്യോടെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ തൂത്തുവാരാനായിട്ട് ഇറങ്ങി. മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി ഒതുക്കാം. കാരണം കുഞ്ഞ് ഉറങ്ങുവാണ്. അവൻ ഉണർന്നു വരുന്നതിന് മുമ്പായിട്ട് ഈ പണിയെല്ലാം കഴിയുകയാണെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ വിസിലടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വിസിലടിച്ചപ്പോഴത്തേക്കിന് ഞാൻ പോയിട്ട് അത് ലോ ഫ്ലെയിമിലാക്കി വെച്ചായിരുന്നു. പിന്നെ അത് വീഡിയോയിൽ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. എന്നിട്ടാണ് ഞാൻ പിന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തൂക്കാൻ വന്നത്. അങ്ങനെ തൂത്തോണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ 2 വിസിലടിച്ചു. അപ്പോൾ ഞാനത് ഇടയ്ക്ക് പോയി ഓഫും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം തൂത്ത് കൂട്ടി എല്ലാം കൂടെ വാരിയെടുത്ത് തീ കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടോട്ട് കൊണ്ടിടും ഞാൻ. എന്നിട്ട് സമയം പോലെ തീ കത്തിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്നും ഒന്നും ഞാൻ തൂക്കാറില്ല. 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ മാത്രമേ ഈ ഏരിയയൊക്കെ തൂക്കാറുള്ളൂ. ഒത്തിരി കരിയിൽ കിടപ്പുണ്ടെങ്കിൽ മാത്രം പെട്ടെന്ന് തൂത്ത് മാറ്റും. കണ്ടില്ലേ, ഇത്രയൊക്കെ കരിയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്നന്ന് തൂക്കാൻ ടൈം കിട്ടാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ടുള്ള ദിവസമൊന്നും എനിക്ക് തൂക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഇതുപോലെ പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് പോയി തൂത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ തൂത്തെല്ലാം വാരി അപ്പോഴത്തേക്കിനും എൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറന്ന് നോക്കാൻ. അപ്പം ഞാൻ പെട്ടെന്ന് കൈയും കാലും ഒക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ടാൽ പിന്നെ അകത്തോട്ട് കയറത്തുള്ളൂ. ഇതെല്ലാം കഴുകി അകത്തോട്ട് ചെന്ന് നേരെ അടുക്കളയിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടിരിക്കുവാണ് കുക്കറിൻ്റെ. അപ്പം ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡി, നല്ലതായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് വെറുതെ അവർ കഴിക്കത്തില്ല, അച്ഛനും മോനും. അപ്പം ഇന്നലത്തെ മീൻ കൂട്ടാൻ ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞപ്പോഴത്തേന് ആശാൻ എണീറ്റ് വന്നു. പിന്നെ ഞാൻ അവനെ പെട്ടെന്ന് പോയി കുളിപ്പിച്ചു. ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അവനെ ഇന്ന് പുറത്ത് വെച്ചാണ് കുളിപ്പിച്ചത്. കാരണം ഫിഷ് ടാങ്കിൽ 2 വരാൽ കിടപ്പുണ്ടായിരുന്നു. ചേട്ടൻ അപ്പോൾ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുമായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നാണ് അവനെ കുളിപ്പിച്ചത്. അപ്പോൾ ആശാൻ വരാൽ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.